മെസ്സി ബാഴ്സ വിട്ടതിനു ശേഷം ബാർസയുടെ കളി കാണാനുള്ള ആവേശം പാടെ നഷ്ടപ്പെട്ടിരുന്നു. ഉറക്കമൊഴിച്ച് കളി കാണുന്ന രാത്രിയിൽ അയാളുടെ ഓരോ നീക്കങ്ങളും എന്നെപ്പോലെയുള്ള കളിപ്രാന്തന്മാരെ എത്ര തവണയാണ് ഉന്മാദപ്പെടുത്തിയതെന്ന് ഓർമ്മയില്ല. മെസ്സി ഇല്ലാത്ത ബാഴ്സ എന്നത് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയ ഒന്നായിരുന്നില്ല. പക്ഷേ സമീപകാലത്ത് എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അയാളുടെ വിടവ് നികത്താൻ പല താരങ്ങളെയും ബാർസ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അവർക്ക് മേലുള്ള അമിതമായ സമ്മർദ്ദവും ഓവർ ഹൈപ്പും അവരെ പിറകോട്ടടുപ്പിച്ചു. ബാർസ പോലത്തെ ചരിത്രപേർന്ന ക്ലബിന് കൺസിസ്റ്റൻ്റായി അവരെ മുമ്പിൽ നിന്ന് നയിക്കാൻ ഒരു പടത്തലവന് വേണം. അയാളിൽ കേവലം ഗോളും അസിസ്റ്റുകളും മാത്രമല്ല അവർ പ്രതീക്ഷിക്കുന്നത്, മറിച്ച് തകർന്നടയാൻ പോകുന്ന നേരം അയാൾ ആ ജനതയുടെ രക്ഷകനായി അവതരിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നിടത്തിലാണ് അയാൾ പൂർണ്ണനാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കുറച്ച് ദിവസങ്ങളായി അങ്ങനെയൊരു താരത്തെ ബാർസയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ കൃത്യമായ വിടവുകൾ കണ്ടെത്തി കൃത്യതയാർന്ന ടച്ചുകളിലൂടെ അവൻ ഗോൾ നേടിയത് കണ്ടപ്പോൾ എവിടേക്കോ ഒരു മെസ്സി ടച്ച് എനിക്ക് അവനിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും മെസ്സിയുമായി കമ്പയർ ചെയ്യുകയല്ല, പക്ഷേ ഈ 17-കാരന് ചിലതൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ യൂറോയിൽ ആരാധകരുടെ മനം കവർന്ന ദ നെക്സ്റ്റ് പ്രോമിസിംഗ് യങ് പ്ലെയറായ ലമിൻ യമാലിനെ കുറിച്ചാണ്. പുതിയ പരിശീലകനായി വന്ന ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ കൺസിസ്റ്റൻ്റായി യമാൽ മുന്നേറുന്നുണ്ട്. 6 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 4 ഗോളും 4 അസിസ്റ്റുമായി മെസ്സിയെപ്പോലെ തന്നെ ഗോളിലും അസിസ്റ്റിലും യമാൽ തുല്യത കാണിക്കുന്നുണ്ട്. 2024 ഗോൾ കോൺട്രിബ്യൂഷൻ കണക്ക് നോക്കുമ്പോൾ ഹാൾഡിന് പിറകെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതും യമാലാണ്. അറ്റാക്കിംഗ് തേർഡിലേക്ക് യമാൽ നീട്ടി നൽകുന്ന ചില സെൻസേഷൻ ക്രോസുകൾ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വിങ്ങുകളിൽ എതിരാളികളെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ട്രാൻസിഷനുകളും ഫ്ലിക്കുകളും ഡ്രിബിളുകളുമായി യമാൽ ബാർസ ആരാധകർക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ നൽകുന്നുമുണ്ട്. ലാമിൻ യമാലിനെ കുറിച്ച് മുൻ ബാർസ പരിശീലകനും ഇതിഹാസ താരവുമായ സാവി ഹെർണാണ്ടസ് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. അവനൊരു മികവുറ്റ കളിക്കാരനാണ്. എതിരാളികളെ മറികടക്കുന്നതിലും സഹതാരങ്ങൾക്ക് പന്തെത്തിക്കുന്നതിലും മികച്ചവനാണ്. അതിലൊന്നും അവനൊട്ടും മടി കാണിക്കാറില്ല. അത് തന്നെയാണ് അവൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നതും. നിലവിൽ ബാർസയുടെ ഫോമിൽ ആരാധകർ ഹാപ്പിയാണ്. UCL പോരാട്ടത്തിൽ മൊണോക്കോയുമായി പരാജയപ്പെട്ടെങ്കിലും 6 മത്സരങ്ങളിൽ 5 വിജയിച്ച് നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ഫ്ലിക്കിൻ്റെ കീഴിൽ ബാർസ നടത്തുന്നത്. ഒരിക്കലും കരുതിയതല്ല ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തോട് ബാർസ താരങ്ങൾ ഇത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ആകുമെന്നത്. എന്നാൽ താരങ്ങളുടെ കഴിവിൽ ബാർസയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഫ്ലിക്കിൻ്റെ തന്ത്രകുതന്ത്രങ്ങളാണ്. അവരുടെ വലിയ സ്വപ്നമായ UCL കിരീടം ഇപ്രാവശ്യങ്ങളും നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. കാത്തിരിക്കാം ബാർസയിലെ ഫ്ലിക്കിൻ്റെ മായാജാലങ്ങൾക്കായി.